മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നു. ഞാൻ കാണേണ്ടതുപോലെ കണ്ടു. മുത്തം നെറ്റിക്ക് ഇവിടെ തന്നു. എന്നിട്ട് മുത്തിയ നബി എന്നോട് പറയാ, നീ എനിക്ക് വേണ്ടി 37 കോടി സ്വലാത്ത് ചെല്ലിപ്പിച്ചില്ലേ, നിനക്ക് ദുനിയാവിലുള്ള എല്ലാം നിനക്ക് ഞാൻ തരാം, പണവും തരാം. എനിക്ക് മുത്തുനബി ഒരു 3 ഏക്കർ സ്ഥലം കാണിച്ചു തന്നു. 3 കോടി രൂപയാ. ഗൂഗിൾ പേ വെക്കൂല, അത് മുത്തുനബി തന്നെ വാങ്ങി തരാന്ന് പറഞ്ഞു. രാവിലെ തന്നെ പടച്ചോനും ഭാര്യയും കുട്ടികളും പടച്ചോൻ പറയാണ്, ഇന്നലെ രാവിലെ നീ പടച്ചോനെ എന്ന് വിളിച്ചത് ഞമ്മക്ക് പെരുത്ത് ഇഷ്ടായി. പടച്ചോൻ ആകാശത്തേക്ക് കൈ പൊന്തിച്ചപ്പോ ഈ പടച്ചോന്റെ കയ്യിൽ ഈ ബാഗ്, ഇത് ഞമ്മളെ കൈ തന്നിട്ട് പറഞ്ഞ് പറയാ ഇഷ്ടം പോലെ കോഴി ബിരിയാണി വെച്ചിട്ട് ചാകടാന്ന്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ഞാൻ കേട്ട ശബ്ദം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു ഇതിനകത്ത്. ഇത് കേട്ട് കഴിയുമ്പോൾ കയ്യടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ആര് പറഞ്ഞിട്ടാ ഫിലിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ഇവനെ നമുക്ക് കൊച്ചിൻ കലാഭവനിൽ ചേർത്ത് മിമിക്രി പഠിപ്പിക്കാടാ. ചർച്ചിന് കാശ് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് പവർഫുൾ. ശിവൻ വിജയല്ലേ? നേരത്തെ പേരെന്തായിരുന്നു? ശിവൻ പറഞ്ഞതാണ്, നീ ഇനി വിജി മോഹൻ അല്ല, ശിവൻ വിജയാണ്. നമ്മളൊക്കെ അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ. പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് ശിവൻ അല്ലേ? നമ്മൾ വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു അതിശയം നടന്ന് കളർ സ്വർണ്ണമായി. അതാണ് അത്ഭുതം എന്ന് പറയുന്നത്. നീല വരും, കറുപ്പ് വരും. അതിലൊന്ന് നീല നിറം.